ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന മൊഡ്യൂളിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ് പറയുന്നുണ്ട് 2 പാർട്ടായിട്ട്. ഇന്ന് നമ്മൾ ആദ്യം അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഇതിലൂടെ നോക്കാൻ പോകുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് ഫുള്ളായിട്ട് പറയുന്നില്ല, ഇതും ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3 എന്ന രീതിയിലാണ് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് തന്നെ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ വേറെ പാർട്ടായിട്ട്, പാർട്ടെന്നല്ല, ക്ലാസ് 2 ക്ലാസ് 3 അങ്ങനെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ നന്നായി കാണുക, ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് നേരെ അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് പഠിക്കാം. അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്കറിയാം, കോസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് ഇത് മെറ്റീരിയൽ എന്ന് പറയുന്നത്, അല്ലേ? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് ഒക്കെ. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ടോട്ടലായിട്ടുള്ള കോസ്റ്റ് കൺട്രോൾ മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. അതുവഴി നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ഏതാ, ഡയറക്റ്റും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ടാവും, അല്ലേ? മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ഡയറക്റ്റും ഉണ്ടാവും, ഇൻഡയറക്റ്റും ഉണ്ടാവും. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇൻ ദ പ്രോഡക്റ്റ് ആൻഡ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി മെഷേർഡ് ആൻഡ് ഡയറക്റ്റ്ലി ചാർജഡ് ടു ദ പ്രോഡക്റ്റ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും, അതോടൊപ്പം തന്നെ ഡയറക്റ്റ്ലി അത് പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ക്ലോത്ത് ഇൻ ഗാർമെൻറ്റ്സ്, ടിമ്പർ ഇൻ ഫർണിച്ചർ, അതൊക്കെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിളിൽ വരുന്നത്. ക്ലോത്ത് ഇൻ ഗാർമെൻറ്റ്സ്, ടിമ്പർ ഇൻ ഫർണിച്ചർ, ലെതർ ഇൻ ഷൂസ് ഒക്കെ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയലാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്തായിരിക്കും? ഇറ്റ് കനോട്ട് ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ മാനുഫാക്ചർ ഓർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ ഔട്ട്പുട്ട്. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്തത്, കനോട്ട് ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ മാനുഫാക്ചർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ ഔട്ട്പുട്ട്, അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയും. അത് എന്താ, പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ദ ഓൺലി ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓക്കെ, കോസ്റ്റ് ഓഫ് ഓയിൽ, ലൂബ്രിക്കൻസ് എക്സെട്ര. ലൂബ്രിക്കൻ്റ്, കോസ്റ്റ് ഓഫ് ഓയിലൊക്കെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയലിൽ വരുന്നത്. മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? Material control may be defined as the systematic control over the procurement, storage and usage of material so as to maintain an even flow of മെറ്റീരിയൽ. മെറ്റീരിയൽ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊക്യൂർമെൻറ്റ്, മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, മെറ്റീരിയൽ സ്റ്റോറേജ്, മെറ്റീരിയൽ യൂസേജ്, അതിൻ്റെയൊക്കെ ഒരു സിസ്റ്റമാറ്റിക് കൺട്രോളിനെയാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ കൺട്രോളിന് 2 ബേസിക് ഒബ്ജക്റ്റീവ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. എന്തൊക്കെയാണ്? അവോയ്ഡൻസ് ഓഫ് പ്രൊഡക്ഷൻ ഡിലേ ബൈ മെയിൻറ്റെയിനിങ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഡിലേ ഒക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെയോ പ്രിവെൻറ്റിംഗ് എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽ സ്റ്റോക്ക്. നമുക്ക് ആവശ്യത്തിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് 2 ബേസിക് ഒബ്ജക്റ്റീവ്, മെറ്റീരിയൽ കൺട്രോളിൻ്റെ 2 ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. The material control process involved the control of such aspect like purchase control, stores control and issue control. അപ്പോൾ മെറ്റീരിയൽ കൺട്രോളിൽ വരുന്നതാണ് ഏതൊക്കെ? ഈ പർച്ചേസ് കൺട്രോൾ, സ്റ്റോക്സ് കൺട്രോൾ, ഇഷ്യൂ കൺട്രോൾ എന്നതൊക്കെ. ഇനി നമുക്ക് എന്താണ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ കോസ്റ്റ്, അത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിലൊക്കെ യൂസ് ചെയ്യുന്ന കുറേ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ഒരു വലിയ എമൗണ്ട് തന്നെ ഉണ്ടാവും, അല്ലേ? ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആട്ടോ. എന്തൊക്കെയാണ് മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം.
ഒന്നാമത്തേത് ടു എൻഷുർ റെഗുലർ ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് ക്വാളിറ്റി മെറ്റീരിയൽ ടു പ്രൊഡക്ഷൻ. ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കണം, പിന്നെയോ റെഗുലർ ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ആയിരിക്കണം. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ ബൈ അവോയ്ഡിങ് അബ്നോർമൽ വേസ്റ്റേജ് ആൻഡ് റെഡ്യൂസിങ് നോർമൽ വേസ്റ്റേജ് ടു ദ മിനിമം. അതായത് മെറ്റീരിയൽ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ടു എൻഷുർ ദാറ്റ് ദ മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസസ്. കോമ്പറ്റേറ്റീവ് പ്രൈസസിലാണ് പർച്ചേസ് ചെയ്തതെന്ന് എൻഷുർ ചെയ്യുക. പിന്നെയോ ടു കീപ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽ അറ്റ് ദ മിനിമം. നമ്മൾ ആദ്യമേ പറഞ്ഞു, എന്താ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്? എക്സസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മെറ്റീരിയൽസിലുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം? മിനിമം ആയിരിക്കണം. ടു എൻഷുർ ദാറ്റ് നെസസറി റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻ ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ ദ അസർടൈൻമെൻറ്റ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. പിന്നെ നമ്മൾ റെക്കോർഡ്സ് ഒക്കെ നെസസറി റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോസ്റ്റ് കൺട്രോളായി ബന്ധപ്പെട്ടിട്ട് എലമെൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതായത് മെറ്റീരിയൽ കോസ്റ്റായി ബന്ധപ്പെട്ട എലമെൻറ്റ്സ് എന്ന് ഓർത്തിരുന്നാലും മതി കേട്ടോ. അതായത് ഈ മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്: പർച്ചേസ് കൺട്രോൾ, സ്റ്റോഴ്സ് കൺട്രോൾ ആൻഡ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ. പർച്ചേസ് കൺട്രോൾ, സ്റ്റോഴ്സ് കൺട്രോൾ, പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ. ആദ്യം നമുക്ക് എന്താണ് പർച്ചേസ് കൺട്രോൾ എന്ന് നോക്കാം. മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു എലമെൻ്റാണ് ഇത് ഈ പർച്ചേസ് കൺട്രോൾ എന്ന് പറയുന്നത്. മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് ഈസ് നോൺ ആസ് ദ പർച്ചേസ് ഫംഗ്ഷൻ. മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. മെറ്റീരിയൽ എടുക്കുക, പ്രൊക്യൂർ ചെയ്യുക, അതാണ് ഒരു പർച്ചേസ് ഫംഗ്ഷൻ. ദ ഫംഗ്ഷണൽ റെസ്പോൺസിബിലിറ്റി ഫോർ പർച്ചേസിംഗ് ഈസ് ദാറ്റ് ഓഫ് എ പർച്ചേസ് മാനേജർ ഇൻ ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ പർച്ചേസ് മാനേജർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇനി എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? മെറ്റീരിയൽസ്, സപ്ലൈ, സർവീസസ്, മെഷീൻ, ടൂൾസ് അതൊക്കെ പ്രൊക്യൂർ ചെയ്യുക അല്ലേ. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊക്യൂർ മെറ്റീരിയൽ, സപ്ലൈ, സർവീസസ്, മെഷീൻ ആൻഡ് ടൂൾസ് അറ്റ് ദ മോസ്റ്റ് ഫേവറബിൾ ടേംസ്. ഇത് ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് സാധാരണയായിട്ട് പർച്ചേസ് മാനേജർ അല്ലെങ്കിൽ സപ്ലൈ മാനേജർ അല്ലെങ്കിൽ നമുക്ക് ചീഫ് ബയ്യർ എന്നൊക്കെ പറയാം. ഇനി നമുക്ക് ഈ പർച്ചേസ് കൺട്രോളായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കോമ്പറ്റീറ്റീവ്ലി അല്ലെങ്കിൽ വൈസ് ആയിട്ട് നമ്മൾ പർച്ചേസ് നടത്തണം. പിന്നെയോ ഒരു ഫ്ലോയിൽ വേണം, അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോയിൽ വേണം മെറ്റീരിയൽസ് നമുക്ക് കിട്ടാൻ അല്ലേ. ഇൻറ്ററപ്റ്റഡ് ഫ്ലോ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്ഷൻ അത് ബാധിക്കും. അതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്, കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ആവശ്യമാണ്. പക്ഷേ കൂടുതൽ സ്റ്റോക്ക് ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്, മെറ്റീരിയലിന് ഇൻവെസ്റ്റ്മെൻറ്റ് പാകത്തിന് മാത്രമേ പാടുള്ളൂ, കുറയാനും പാടില്ല കൂടാനും പാടില്ല. അതായത് റീസണബിൾ ക്വാണ്ടിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നർത്ഥം. പിന്നെ നമ്മൾ പ്രോപ്പർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വേണം പർച്ചേസ് ചെയ്യാൻ. ഇതൊക്കെ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റീവ് ആട്ടോ, അതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ മതി. പിന്നെയോ ഗുഡ് സപ്ലയർ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലയറായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പർച്ചേസ് മാനേജറിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ബജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുക, പിന്നെ പർച്ചേസ് റിക്വിസിഷൻ അതൊക്കെ റിസീവ് ചെയ്യുക, പിന്നെ ഏതൊക്കെ സോഴ്സസ് ഉണ്ട്, നമുക്ക് സപ്ലൈ കിട്ടാൻ പാകത്തിനുള്ള സോഴ്സസ് ഏതൊക്കെയാണ് അതൊക്കെ അസർട്ടൈൻ ചെയ്യുക, പിന്നെ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പർച്ചേസ് മാനേജറിൻ്റെ ഡ്യൂട്ടീസിൽ വരുന്നത്. അങ്ങനെ കുറച്ചധികം ഡ്യൂട്ടീസ് ഉണ്ട്. ഇനി നമുക്ക് എന്താണ് സെൻട്രലൈസ്ഡ് വേഴ്സസ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്നാണ് നോക്കാൻ പോകുന്നത്. എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്? It means that all the purchases are made by the specialized department organized for the specific purpose of purchasing. ഇത് ലാന്നല്ലാട്ടോ, ഇവിടെ ഇന്നെന്നാണ് വരുന്നത്. ഇൻ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഓൺലി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദെയർ ആൻഡ് ഓൾ ദ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓൺലി വൺ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദെയർ. ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. എല്ലാ പർച്ചേസും നടത്തുന്നത് ആരായിരിക്കും? ആ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. അതിന് ഹെഡായിട്ട് വരുന്നത് ആരാ? തൊട്ട് മുമ്പ് പറഞ്ഞ പർച്ചേസ് മാനേജർ ആയിരിക്കും. പർച്ചേസ് പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ റെസ്പോൺസിബിൾ ഉള്ളതും പർച്ചേസ് മാനേജേഴ്സ് ആയിരിക്കും. ഹിയർ ഓൾ ദ മെറ്റീരിയൽ പർച്ചേസ്ഡ് ആർ കെപ്റ്റ് അറ്റ് വൺ സെൻട്രൽ സ്റ്റോർ. എന്നിട്ട് നമ്മളൊരു സെൻട്രൽ സ്റ്റോറിലാണിത് എല്ലാ മെറ്റീരിയലും പർച്ചേസ് ചെയ്ത എല്ലാ മെറ്റീരിയലും സൂക്ഷിക്കുന്നത് എവിടെയാണ്? ഒരു സെൻട്രൽ സ്റ്റോറിലായിരിക്കും. അതാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്?
It is exactly opposite to centralized purchasing. In this, separate stores are situated in various departments. പല ഡിപ്പാർട്ട്മെൻറ്റിൽ സെപ്പറേറ്റ് സ്റ്റോഴ്സിലായിരിക്കും ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് റിക്വയറിംഗ് സ്റ്റോഴ്സ് ക്യാൻ ഡ്രോ ദം ഫ്രം ദെയർ റെസ്പെക്റ്റീവ് സ്റ്റോഴ്സ്. അവരുടേതായ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ സ്റ്റോറിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം, ഇത് മെറ്റീരിയൽ എടുക്കാവുന്നതാണ്. Decentralized purchase means that the purchases are made by the individual department. Decentralized purchase means that the purchases are made by the individual department. Individual departments ആണ് ഇവിടെ പർച്ചേസ് നടത്തുന്നത്. അപ്പോൾ അതാണ് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സെൻട്രലൈസ്ഡ് പർച്ചേസിങ് സിസ്റ്റം ആട്ടോ. കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന എന്താണ്, സെൻട്രലൈസിങ് പർച്ചേസ് സിസ്റ്റമാണ്. കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമുക്കറിയാം ഒരു സെൻട്രൽ പ്ലേസിലാണ് അല്ലേ, സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ പ്ലേസ്. അതുകൊണ്ട് തന്നെ എല്ലാ റെക്കോർഡ്സും എന്തായിരിക്കും, അവിടെ ഉണ്ടാവും, എല്ലാ റെക്കോർഡ്സും അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒബ്സല്യൂട്ട് ആർട്ടിക്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ, അതായത് ഇപ്പോൾ എന്താ പറയുക, ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് സാധിക്കും. പിന്നെ ബൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടും. ക്വാളിറ്റി, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. കാരണം ബൾക്ക് ഓർഡർ ആലോ, നമ്മൾ സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ബൾക്ക് ഓർഡറാണ് വാങ്ങിക്കുന്നത്, മെയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് കൂടുതലായിട്ടും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ സെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പർച്ചേസ് പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് പർച്ചേസ് എന്ന് പറയാം. എന്താണ് പർച്ചേസ് പ്രൊസീജിയറിൽ വരുന്നതെന്ന് നോക്കിയേ. The sole function of purchase department is to buy the right type of material at a reasonable price and supply them when required without interruption. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, കറക്റ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ റീസണബിൾ പ്രൈസിന് വാങ്ങിച്ചിട്ട് അത് ആവശ്യമുള്ളപ്പോൾ സപ്ലൈ ചെയ്യുക അല്ലേ. ഒരു ഇൻ്ററപ്ഷനും നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു ഇൻ്ററപ്ഷനും വരാത്ത രീതിയിൽ അത് സപ്ലൈ ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പർച്ചേസ് പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഇനിഷ്യേറ്റിംഗ് പർച്ചേസ് റിക്വിസിഷൻ. It is the duty of the storekeeper to initiate a purchase requisition. അപ്പോൾ പർച്ചേസ് റിക്വിസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റോർ കീപ്പറിൻ്റെ ഡ്യൂട്ടിയാണ് പർച്ചേസ് റിക്വിസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക. Purchase requisition is a form used as a formal request to the purchasing department to purchase material. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഒരു ഫോർമൽ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, ഈ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. Then in some cases this is prepared by the departmental head. ചില സമയങ്ങളിൽ ഇത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ചില സ്പെഷ്യൽ മെറ്റീരിയൽസിന് വേണ്ടി ഇന്ന മെറ്റീരിയൽസ് എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഒരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ സാധാരണ അത് ചെയ്യാറുള്ളതാണ് സ്റ്റോർ കീപ്പറാണ് ചെയ്യാറുള്ളത്. പക്ഷേ ചില സ്പെഷ്യൽ മെറ്റീരിയലിൻ്റെ കേസിൽ അത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അത് റെഗുലർ പർച്ചേസ് റിക്വസിഷൻ ആവാം. ഒരു പർച്ചേസ് റിക്വസിഷൻ നമുക്ക് വേണമെങ്കിൽ റെഗുലർ പർച്ചേസ് റിക്വസിഷൻ ആവാം. അത് പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റോർ കീപ്പർ ആയിരിക്കും. അത് റെഗുലർ സ്റ്റോക്ക് ഓഫ് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്പെഷ്യൽ പർച്ചേസ് റിക്വസിഷൻ അത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇത് ട്രിപ്ലിക്കേറ്റ്, അതായത് 3 ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഒറിജിനൽ ഈസ് കെപ്റ്റ് ബൈ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ബൈ ദ സ്റ്റോർ കീപ്പർ, ട്രിപ്ലിക്കേറ്റ് ഈസ് സെൻഡ് ടു ദ ഓതറൈസിങ് എക്സിക്യൂട്ടീവ്. അപ്പോൾ സാധാരണ ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യാറ് എന്നും ഓർത്തു വയ്ക്കാം. ഇനി നമുക്ക് ഇതായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് പർച്ചേസിങ് റിക്വസിഷൻ ആണ്. ഒരു ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ്, ഒരു ഫോർമൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് പർച്ചേസ് മാനേജറിന്. ഇത്രയും മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട് ഇത് ഈ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇനി ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് നോക്കാം. ബിൽ ഓഫ് മെറ്റീരിയൽ നോക്കണം കേട്ടോ, എന്തായാലും നോക്കി പോവാം. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഷെഡ്യൂൾ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് നീഡഡ് ഫോർ എ പർട്ടിക്കുലർ വർക്ക് ഓർഡർ. ഒരു വർക്ക് ഓർഡറിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ കംപ്ലീറ്റ് ഷെഡ്യൂളിനെയാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദ ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇൻഫോംഡ് ത്രൂ ബിൽ ഓഫ് മെറ്റീരിയൽ ആസ് to the quality, quantity and other specification of the material required for a particular work. അപ്പോൾ അതാരാണ് ഇൻഫോം ചെയ്യുന്നത്? ബൈയിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ, ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ വർക്കിന് വേണ്ടത് എന്നൊക്കെ ഇൻഫോം ചെയ്യുന്നത് ബൈയിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്.
ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ പർച്ചേസിങ് പ്രൊസീജിയറിലെ ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? ഇനീഷ്യേറ്റിംഗ് പർച്ചേസ് റിക്വസിഷൻ അല്ലേ, പർച്ചേസ് റിക്വസിഷൻ ഇനീഷ്യേറ്റ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റാണ് കോളിംഗ് ഫോർ ടെൻഡേഴ്സ് ആൻഡ് സെലക്ടിംഗ് സപ്ലയേഴ്സ്. ഓക്കെ, ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഹാവ് വിത്ത് ദം എ ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സ്. കുറച്ച് ലിസ്റ്റ് ഉണ്ടാവും അല്ലേ, ആരൊക്കെ ഏതൊക്കെ മെറ്റീരിയൽ ആരൊക്കെ തരുന്നു, ആ സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് ആരുടെ കയ്യിലുണ്ടാവും? ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ടാവും. കൊട്ടേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ദീസ് സപ്ലയേഴ്സ് ആൻഡ് എ കമ്പാരിറ്റേറ്റീവ് സ്റ്റഡി ഷുഡ് ബി മെയ്ഡ് ടു ഡിസൈഡ് ഹൂ ഷുഡ് ബി സെലക്റ്റഡ്. അപ്പം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻസ് ഒക്കെ ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ടൊരു സ്റ്റഡി നടത്തും, കമ്പാരിറ്റീവ് സ്റ്റഡി നടന്നിട്ട് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യും. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷൻ ആദ്യമേ പ്രിപ്പയർ ചെയ്യും കേട്ടോ. അതായത് ഓരോ സപ്ലയേഴ്സിൻ്റെ നെയിം, അഡ്രസ്സ്, അവർ പറഞ്ഞിരിക്കുന്ന പ്രൈസ്, അവർക്ക് പറ്റുന്ന എത്ര സപ്ലൈ ചെയ്യാൻ പറ്റും, ആ കപ്പാസിറ്റി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷനും ഈ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 10 സപ്ലയേഴ്സ് നമുക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ 10 സപ്ലയേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് പർച്ചേസ് ഓർഡർ. After selecting the supplier, a purchase order is prepared by the purchase department and sent to the supplier. അപ്പോൾ സപ്ലയറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ഒരു പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യും. അത് എന്നിട്ട് സപ്ലയറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇറ്റ് ഈസ് എ റിട്ടൺ ഓതറൈസേഷൻ ടു ദ സപ്ലയർ ടു സപ്ലൈ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനുള്ള ഒരു റിട്ടൺ ഓതറൈസേഷൻ ആണിത് പറയുന്നത്, ഈ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇത് ഒരു എവിഡൻസ് ആണ്. ഇറ്റ് ആക്ട് ആസ് ആൻ എവിഡൻസ് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ബയ്യർ ആൻഡ് സപ്ലയർ. ബയ്യറും സപ്ലയർ അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റും സപ്ലയറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ എവിഡൻസ് ആണ് ഈ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ്, പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പർച്ചേസ് ഓർഡറിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഡേറ്റ്, സപ്ലയറിൻ്റെ പേരും അഡ്രസ്സും, പിന്നെ മെറ്റീരിയൽ ഏതാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ക്വാണ്ടിറ്റി, പിന്നെ പ്ലേസ് ഓഫ് ഡെലിവറി, പ്രൈസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏതി കാണിച്ചിരിക്കണം? ഈ പർച്ചേസ് ഓർഡറിൽ കാണിച്ചിരിക്കണം. പിന്നെ ആരാണ് ബയ്യർ, ആരാണ്, ഷിപ്പിംഗ് ഇൻസ്ട്രക്ഷൻ ഏതാണ്, അതൊക്കെ കാണിച്ചിട്ട് ഇത് ആര് സൈൻ ചെയ്യണം? പർച്ചേസ് മാനേജർ സൈൻ ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, ഇനി നാലാമത്തതാണ് റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. In some concern, there is a separate receipts and inspection department for receiving and inspecting the materials. മെറ്റീരിയൽസ് റിസീവ് ചെയ്യാനും ഇൻസ്പെക്റ്റ് ചെയ്യാനും ചിലയിടത്ത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വൺസ് ദ ഗുഡ്സ് ആർ റിസീവ്ഡ് ആൻഡ് ഇൻസ്പെക്ഷൻ ഈസ് മെയ്ഡ്. ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? ഒരു ഇൻസ്പെക്ഷൻ നടക്കും. And the goods receiving clerk enters all the details in the goods received note. Clerk ഏതിലെ എഴുതുക? ഗുഡ്സ് റിസീവ്ഡ് നോട്ടിലെ എല്ലാ ഡീറ്റെയിൽസും രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തും. അത് കഴിഞ്ഞിട്ടോ ക്ലർക്ക് അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൽ രേഖപ്പെടുത്തും. സാധാരണയായിട്ട് 5 കോപ്പീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരെണ്ണം റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ, പിന്നെ ഒരെണ്ണം സ്റ്റോർ കീപ്പറിൻ്റെ കയ്യിലുണ്ടാവും. അത് എല്ലാ കോപ്പീസും സൈൻ ചെയ്യും. പിന്നെ ഒരു കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ, അതായത് ക്ലർക്കിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരെണ്ണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഗുഡ്സ് റിസീവ്ഡ് നോട്ടാണ് നോക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാം ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്താണെന്ന് നോക്കാം. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് യൂഷ്വലി ബൈ ദ ഗുഡ്സ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഷോയിങ് ഡീറ്റെയിൽ ഓഫ് ഗുഡ്സ് റിസീവ്ഡ് ബൈ ഇറ്റ്. എന്താ പറയുന്നത്? ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഏതൊക്കെ ഗുഡ്സ് കിട്ടി, റിസീവ് ചെയ്തു, ആ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ ഗുഡ്സ് റിസീവ് ചെയ്തു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. ദ ഗുഡ്സ് റിസീവ്ഡ് ആർ ദെൻ സെൻഡ് ടു സ്റ്റോഴ്സ് ഫോർ പ്രോപ്പർ സ്റ്റോറിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെന്ത് ചെയ്യും? റിസീവ് ചെയ്ത ഗുഡ്സ് സ്റ്റോറിലേക്ക് അയക്കും. നന്നായി സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്റ്റോറിൽ അല്ലെങ്കിൽ വെയർ ഹൗസിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്താണെന്ന് നോക്കണം കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പർച്ചേസ് പ്രൊസീജിയർ ആണ് പറയുന്നത്. പർച്ചേസ് പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് പർച്ചേസ് ആണ്. ആദ്യം നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തു അല്ലേ, പർച്ചേസ് റിക്വസിഷൻ ഇനീഷ്യേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ
ടെൻഡേഴ്സ് വിളിച്ചു, അതിൽ നിന്ന് സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്തു, പിന്നെ പർച്ചേസ് ഓർഡർ വെച്ചു, പിന്നെ റിസീവ് ചെയ്തു, അതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്പെക്റ്റും ചെയ്തു. ഇനി ബാക്കി പഠിക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ നമ്മൾ 5ാമത്തെ പോയിൻ്റാണ് പഠിക്കുന്നത്. പർച്ചേസ് പ്രൊസീജിയറിൽ 5ാമത്തെ പോയിൻ്റ് ഏതാണ്? മേക്കിംഗ് പേയ്മെൻറ്റ്. ഇപ്പോൾ ഗുഡ്സ് റിസീവ് ചെയ്തു, നമ്മളത് ഇൻസ്പെക്റ്റും ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? പേയ്മെൻറ്റ് കൊടുത്താൽ മതി അല്ലേ? അതിനെന്ത് ചെയ്യണം? ബിഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ദ റെലവൻറ്റ് ഇൻവോയ്സസ് ആർ ചെക്ക്ഡ് ബൈ ദ അക്കൗണ്ടിംഗ് സെക്ഷൻ ടു കൺഫേം ഇറ്റ്സ് ഓതൻറ്റിസിറ്റി ആസ് വെൽ ആസ് ഇറ്റ്സ് അരിത്തമാറ്റിക്കൽ ആക്യുറസി. അപ്പോൾ കറക്റ്റ് ആണോ എന്ന് ആര് ചെക്ക് ചെയ്യണം? അക്കൗണ്ടിംഗ് സെക്ഷൻ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിൽ ക്വാണ്ടിറ്റി, പ്രൈസ്, എല്ലാ കാര്യങ്ങളും ഇൻവോയ്സിൽ ചെക്ക് ചെയ്യുക. After having verified the invoice, the store's accounting section passes the bill for payment and finally the cashier makes the payment. അത് കഴിഞ്ഞ് സ്റ്റോഴ്സ് അക്കൗണ്ടിംഗ് സെക്ഷൻ എന്ത് ചെയ്യുക? പേയ്മെൻറ്റ് കൊടുത്തോളാൻ പറയുക. അപ്പോൾ കാഷ്യർ പേയ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. ഇവിടെ പറയുന്ന വേറൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ 5 എണ്ണം നമ്മൾ പഠിച്ചുല്ലോ. ഈ 5 എണ്ണമാണ് ഏതി വരുന്നത്? നമ്മുടെ പർച്ചേസ് പ്രൊസീജിയറിൽ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വണ്ണായിരുന്നു മേക്കിംഗ് പേയ്മെൻറ്റ്. അപ്പോൾ പേയ്മെൻറ്റും കൊടുത്ത് കാര്യം തീർന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. മെറ്റീരിയൽ കോസ്റ്റിൽ നമുക്ക് 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് മെറ്റീരിയൽ കോസ്റ്റിൽ വരുന്നതെന്ന് നോക്കി. ഒന്നാമത്തത് ഇൻവോയ്സ് പ്രൈസ്. Invoice price of the material purchased is the net price after deducting trade discount. The trade discount is an allowance made by the supplier. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ള പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻവോയ്സ് പ്രൈസ് എന്ന് വിളിക്കാം. നെറ്റ് പ്രൈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആരാണ്? സപ്ലയർ ആണ്, മറന്നു പോകരുത്. രണ്ടാമത്തത് ഫ്രൈറ്റ് ആണ് കേട്ടോ. അവിടെ ഫ്രൈറ്റ് എന്നുണ്ട്. ബി ഫ്രൈറ്റ്. എന്താണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്? മെറ്റീരിയൽസ് ആർ ടു ബി ബോട്ട് ടു ദ സ്റ്റോർ. ദ ഫ്രൈറ്റ് ചാർജസ് പെയ്ഡ് ഫോർ ബ്രിങ്ങിങ് ദ മെറ്റീരിയൽ ടു ദ സ്റ്റോർ ഷുഡ് ഓൾസോ ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഫ്രൈറ്റ് ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി ടാക്സിൻ്റെ കാര്യമാണെങ്കിലോ, ഇറ്റ് ഈസ് യൂഷ്വൽ ദാറ്റ് ദ സപ്ലയർ ചാർജസ് സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി എക്സെട്ര ഇൻ ദ ഇൻവോയ്സ്. ഇപ്പോൾ ഡ്യൂട്ടീസൊക്കെ മാറി നമ്മുടെ GST വന്ന കാര്യം ഓർക്കുക കേട്ടോ. പിന്നെയോ ഇൻ സച്ച് കേസസ്, ഇത് ഞാൻ പഠിച്ച ടെക്സ്റ്റാണേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡ്യൂട്ടീസൊക്കെ മാറി നമുക്ക് GST വന്നു, അത് ഓർക്കുക. In such cases, taxes charged by the supplier should be added to the cost of material. ഇപ്പോൾ കോസ്റ്റിൻ്റെ കൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? GST ആഡ് ചെയ്യും. ഓക്കെ, ടാക്സിൻ്റെ അവിടെ GST എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി 4th പോയിൻ്റ് ആണ് കണ്ടെയ്നേഴ്സ്. കണ്ടെയ്നേഴ്സ് ഇത് D ആണ്. ഈ C കഴിഞ്ഞ് ടാക്സ് കഴിഞ്ഞ് വരുന്ന D ആണ് കണ്ടെയ്നർ. കണ്ടെയ്നറിൽ എന്തൊക്കെ വരുന്നുണ്ട്? ദ കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് മേ ബി ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്സ്. ഒന്നാമത്തത് നോൺ റിട്ടേണബിൾ, പിന്നെ റിട്ടേണബിൾ അറ്റ് ദ സെയിം റേറ്റ്, റിട്ടേണബിൾ അറ്റ് ദ റിഡ്യൂസ്ഡ് റേറ്റ്. ഒന്നാമത്തെ എന്താണെന്ന് നോക്കി. ഇൻ ദ കേസ് ഓഫ് ദ കണ്ടെയ്നേഴ്സ് ഇസ് ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അതായത് നോൺ റിട്ടേണബിൾ ആണെങ്കിൽ അതെന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്നാമത്തെയാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ റിട്ടേണബിൾ അറ്റ് ദ സെയിം റേറ്റ് ആണെങ്കിലോ, the cost of the container should not be added to the cost of material. അപ്പോൾ റിട്ടേണബിൾ അറ്റ് ദ സെയിം റേറ്റ് ആണെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട. ഇനി റിട്ടേണബിൾ അറ്റ് റെഡ്യൂസ്ഡ് റേറ്റ് ആണെങ്കിൽ ആ ഡിഫറൻസ് എന്താണോ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫുൾ വാല്യൂ ആൻഡ് റെഡ്യൂസ്ഡ് വാല്യൂ ഷുഡ് ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അതാണ് കണ്ടെയ്നേഴ്സിൽ പറയുന്നത്. ദ ലാസ്റ്റ് വൺ ആണ് ദ മെറ്റീരിയൽ കോസ്റ്റായി ബന്ധപ്പെട്ട് 5 പോയിൻറ്റ്സ് ആണ് പഠിക്കുന്നത്. അതിൽ ലാസ്റ്റ് വൺ ഏതാണ്? ക്യാഷ് ഡിസ്കൗണ്ട്. It is treated as a financial transaction. It is excluded from the cost of material. Cash discount cost of material കാണിക്കില്ല. ക്യാഷ് ഡിസ്കൗണ്ട് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാണിക്കില്ല. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റായി ബന്ധപ്പെട്ട 5 പോയിൻറ്റ്സ് പഠിച്ചു. പിന്നെ ഏതാണ് ഇതിൽ പഠിച്ചത്? പർച്ചേസ് പ്രൊസീജിയർ, സെൻട്രലൈസ്ഡ് വേഴ്സസ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയൊക്കെയാണ് പഠിച്ചത്. ഇതിൽ മെയിനായിട്ട് പഠിച്ചത് നമ്മൾ ഏതാണ്? പർച്ചേസ് കൺട്രോൾ ആണ് അല്ലേ? പർച്ചേസ് കൺട്രോൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സ്റ്റോഴ്സ് കൺട്രോളും പ്രൈസിങ് ഓഫ് മെറ്റീരിയലുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയി കാണും. അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ബാക്കി
അതായത് എലമെൻറ്റ്സ് പഠിച്ചുല്ലോ. എലമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോളിൽ പർച്ചേസ് കൺട്രോൾ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇനി സ്റ്റോഴ്സ് കൺട്രോളുമുണ്ട്, പ്രൈസിങ് ഓഫ് മെറ്റീരിയലും വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഈ സ്റ്റോഴ്സ് കൺട്രോളിൽ നമ്മുടെ ഇതൊക്കെ പഠിക്കാനുണ്ടല്ലേ, ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്താണ്, ഡേഞ്ചർ ലെവൽ എന്താണ്, അതൊക്കെ നമ്മൾ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മാക്സിമം ലെവൽ എങ്ങനെ കാണാം എന്നൊക്കെ കാര്യം ചെയ്തിട്ടുണ്ട്. ഞാനതൊന്നുകൂടി പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഏതാണോ ആ വീഡിയോ അത് ഞാൻ നിങ്ങൾക്ക് ആ ക്ലാസ് ഏതാണെന്നുള്ളത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്ന് ഇത്രയും നമുക്ക് നോക്കാം. ഈ ക്ലാസ്സിൽ ഇത്രയും നോക്കാം. അടുത്ത വീഡിയോ ഇതിന് പുറകെ തന്നെ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും ഇത് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.